ടെസ്റ്റ് ചെക്ക് മൈക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ സ്പാം ചെയ്യണം എല്ലാരും. മൈക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ സ്പാം ചെയ്യണം. Albi Samuel with the first super chat of the stream. 20 rupees super chat ചെയ്തിട്ടുണ്ട് Albi Samuel. Welcome to the stream. പിടിക്കാം. അപ്പൊ ഗൈസ് നമ്മള് ഇന്നും കൂടിയാ നമ്മളെ ഇനോഗ്രേഷൻ ഉള്ളൂ. ഇന്ന് പറയട്ടാ ഇന്നാ നമ്മള് ഇതെന്താ പവർ അറിയോ? ഇതെന്താ പറയാ മന്തിക്കട ഇനോഗ്രേഷൻ ചെയ്യാനാ പോകുന്നത്. അതിന്റെ പവർ അല്ലെങ്കിൽ ഒരു അക്ഷരം ഉണ്ടാത്തൊരു ബോണ്ടൊക്കെ കണ്ണും മൂക്കും വെച്ചിട്ട് നാറിയാണത്. മന്തി തന്നു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു അക്ഷരം ഉണ്ടൂല. മട്ടൻ മന്തി അണി അൽഫാം അതുപോലെ നല്ല അൽഫാമെല്ലാം ഉണ്ട്. പൊളിക്കാൻ നമുക്ക് നമ്മൾ ആദ്യമായിട്ട് ഒരു ഫുഡിന്റെ ഒരു റെസ്റ്റോറന്റ് നമ്മള് ഉദ്ഘാടനം ആദ്യമായിട്ട് ഒന്നല്ലേ? അതെ, നമ്മള് കൂടുതലും ചെയ്യുന്നത് ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പ്, എഡ്യൂക്കേഷൻ, ഇങ്ങനത്തെ എല്ലാം നമ്മള് ചെയ്തു. നമ്മൾ ആദ്യമായിട്ട് റെസ്റ്റോറന്റ് ഫീൽഡിലുള്ള ഒരു ഇനോഗ്രേഷൻ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ഇന്നും കൂടിയാ നമുക്ക് എന്താ പറയാ തിരക്കുകളും കാര്യങ്ങളെല്ലാം ഇന്നോട് കൂടി നമ്മളെ ഒഴിവായെന്ന്. ഓക്കെ, കുറയാൻ മതി. ഒഴിവായെന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പം നമ്മള് ഒരാഴ്ചയല്ല ഒരു 10 ദിവസത്തേക്ക് അല്ല 10 ദിവസമല്ല ഒരാഴ്ചത്തേക്ക് ഇനി പ്രോപ്പർ സ്ട്രീമിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോയത്. ഓണം സ്ട്രീം വരാണ്ട് നാളെ ഓണത്തിന്റെ കോസ്റ്റ്യൂം സ്ട്രീം ഉണ്ട്. മറ്റന്നാളെ ഓണത്തിന്റെ IR നമ്മൾ ഇടാൻ പോയത്. ഓണത്തിന്റെ അതായത് നമ്മളെ വീട്ടിന്റെ പുറത്ത് മൊത്തം സ്റ്റേജും കാര്യങ്ങളും ഉറിയടി വടംവലി ഞാൻ പറയട്ടെ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ, കാര്യങ്ങൾ പറയട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് ഇനി അങ്ങോട്ട് ചാറ്റ് നോക്കാൻ പോണേ. ഇനി അങ്ങോട്ട് ബാക്ക് ടു നോർമൽ സ്ട്രീംസ് ആണ്. ബാക്ക് ടു നോർമൽ സ്ട്രീംസ് എന്ന് ഞാൻ ഒരു 3-4 ദിവസം മുന്നേ പറഞ്ഞിരുന്നു. പക്ഷെ അതിന് ശേഷം 3 ഇനോഗ്രേഷൻ നിരക്കിന് വന്ന് 30, 31, 1 പിന്നെ ഇപ്പൊ ഇതാ 3-ാം തീയതി 4 ഇനോഗ്രേഷൻ ഒരുമിച്ച് വന്ന്. അപ്പൊ ഇനി അങ്ങോട്ട് ഒരാഴ്ചത്തേക്ക് നമ്മള് പരിപാടികളൊന്നും എടുക്കുന്നില്ല. ഇനി ഓണം സ്ട്രീം നമ്മളെ കാര്യങ്ങൾ കണ്ടന്റും കാര്യങ്ങളിലേക്ക് നമ്മൾ കുറച്ച് ദിവസം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോയത്. അപ്പൊ എനിവേസ് ചാറ്റ് സൗണ്ട് അല്ലോ ഗൈസ്, ഞാൻ പറയട്ടെ. എടാ സംഭവം ഞാൻ പറയട്ടെ, നമ്മള് ഇത് IR ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയതല്ല. പൊതുവെ നമ്മൾ ഇനോഗ്രേഷൻ IR ചെയ്യലില്ല, മനസ്സിലാവും. ഇതിപ്പോ ലാസ്റ്റത്തെ ഇനോഗ്രേഷൻ ഡെയിലി ഇനോഗ്രേഷനുകളുണ്ട്. അപ്പം എല്ലാ ഇനോഗ്രേഷനും IR ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാവും, ആൾക്കാർക്ക് ബോറടിക്കും. എന്താ വെച്ചാൽ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ നേരെ പോകുന്നു, അവിടുന്ന് റിബൺ കട്ട് ചെയ്യുന്നു, സ്റ്റേജിൽ കയറിട്ട് എല്ലാവരും ഒന്ന് ആശംസ അറിയിക്കുന്നു, നമ്മൾ ഇറങ്ങുന്നു. ഇത്രയേ ഉള്ളൂ. ഇതിൽ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സംഭവം ഈ ഇനോഗ്രേഷൻ IR ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇനോഗ്രേഷൻ IR ചെയ്യാത്തത്. പക്ഷെ ഇന്ന് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ ലാസ്റ്റത്തെ ഈ ആഴ്ചത്തെ അല്ല, അടുത്തൊരു 10 ദിവസത്തേക്കിന് പരിപാടികളൊന്നും ഉണ്ടാവില്ല. മിക്കവാറും എടുക്കൂല. എന്തായാലും ഒരാഴ്ചത്തേക്ക് എടുക്കുന്നില്ല, അത് കഴിഞ്ഞിട്ട് നോക്കുന്നുള്ളൂ. അപ്പം ലാസ്റ്റത്തെ അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ IR ഇടുന്നത്. അപ്പൊ IR ഇടാൻ വേണ്ടിട്ട് ഞാൻ ഇറങ്ങിയതല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മൈക്ക് എടുത്തില്ല, IR സെറ്റ് എടുത്തില്ല. ഇത് ഫോണിൽ നമ്മൾ ഇത് എന്റെ ഫോണിലാണ്, എന്റെ പേഴ്സണൽ ഫോണിലാണ് ഞാൻ IR ഇട്ടിട്ടുള്ളത്, മനസ്സിലായി. മൈക്ക് എടുത്തിട്ടില്ല, IR ഡിവൈസ് എടുത്തില്ല, ബോണ്ടിങ് ഡിവൈസ് എടുത്തില്ല, ട്രാൻസ്മിറ്റർ എടുത്തില്ല, ഒരു സാധനം നമ്മൾ എടുത്തിട്ടില്ല, മനസ്സിലായി. തട്ടിക്കൂട്ട് വെറുതെ വന്ന ലാസ്റ്റത്തെ ഇനോഗ്രേഷൻ ആയിക്കൊണ്ട് ഒന്ന് IR ഇട്ടാ വന്നു. ഓക്കെ, എന്നിട്ട് ഔട്ട്ഫിറ്റ് ചെക്ക് എല്ലായിടത്തും. ആരാ ഏറ്റവും ഡബ്ല്യൂ ഔട്ട്ഫിറ്റ് എന്ന് പറയാം? ആരാ ഡബിൾ കന്നഡയിൽ എന്ത് ചെയ്യും? കന്നഡ എടുക്കാൻ പറഞ്ഞു. മുന്നിൽ വരുന്ന ഔട്ട്ഫിറ്റ് എന്ന് പറയുമ്പോ 2 ചവിട്ടോട്ട് എന്താണ്
ഇല്ല സൗണ്ട് ഡിലേ ഒന്നുമില്ല മോനെ മൈക്ക് സൗണ്ട് അത്ര ഉണ്ടാവും. അടുത്തുനിന്ന് ഞാൻ ഇങ്ങനെ അടുത്ത് സംസാരിക്കുമ്പോൾ മാത്രമേ സൗണ്ട് കേൾക്കും. അപ്പൊ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്ന് ജസ്റ്റ് ഒരു മോനെ ഓരോരുത്തർ ക്ലാസ് ഷമീർ കണ്ണട ഇട്ടില്ലാലും പിന്നെ ഓ കൂട്ടുകാരെ ആയിക്കോട്ടെ, ഇടുന്ന ആളെ ലുക്കിലാന്ന് കാര്യം. ഓ എല്ലാരും ജാസി അറിയുന്നുണ്ട്. ചാറ്റ് വന്ന് ജാസി. ഓ ഞാനാ പൊളിയാ കണ്ണടെല്ലാം മരിയ കോസ്റ്റ്യൂമിൽ എനിവേസ് ഗൈസ് സംഭവം എന്താന്ന് വെച്ചാല് നമ്മൾ 5 മണിയാണ് ഇനോഗ്രേഷൻ പറഞ്ഞത്. നമ്മൾ 5 മണിക്കാണ് പോകുന്നതെന്ന് അവരോട് പറഞ്ഞത്. അപ്പൊ അവര് പെട്ടെന്ന് വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞ് അവര് പ്രചരിപ്പിച്ചത് 5:30 എന്നുള്ള 5:30 എന്നുള്ള ടൈമാണ് അവര് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളോട് ഒരു അരമണിക്കൂർ ഡിലേ ഇട്ടിട്ട് വന്നാൽ മതി എന്ന് വിചാരിച്ചു. അല്ല വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതപ്പോ പിന്നെ ഒരു കാട് പോലത്തെ ഒരു സ്ഥലത്ത് സൈഡാക്കിയിട്ട് ലൈവ് ഇടാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്തൊരു കോമാളിയാണ്. മന്തിക്കടയിലും മന്തി കഴിക്കാൻ പോകുന്നില്ലട നീ. യോ മോനെ മന്തി ഏത് മൂഡ് മന്തിയാണ് മന്തി മൂഡ് എന്താ പല സ്റ്റേജിൽ പോയിട്ട് വിതുങ്ങരുത് പ്ലീസ് എന്ന് പറയുന്നുണ്ട്. ആരോട് ഇവിടെ ആരാ മെയിൻ ബുദ്ധിങ്ങ ആരാ? സ്റ്റേജിൽ മുതുങ്ങുന്ന ആളാരാ? ഒന്ന് മുനു. പിന്നെ ഇവൻ ബുദ്ധിങ്ങലില്ല, പക്ഷെ ഇവൻ കൊളാക്കും. ഞാൻ പാട്ട് പാടും, എല്ലാ പരിപാടിയും ഞാൻ ചെയ്യലുണ്ട്. പക്ഷെ ഇവന്റെ എല്ലാ സ്റ്റേജ് പാട്ടുകളും കൊളായടാ. ലാസ്റ്റത്തെ ഇന്ന് എന്റെ പരിപാടി കണ്ടിട്ട് W ഇട്ടിരിക്കും. ഞാൻ നാരങ്ങപ്പാല് പാടാൻ നീ നാരങ്ങ പറയാൻ പറഞ്ഞു. അതില് പാസ്പോർട്ടിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് നാട്ടിൽ പോയിട്ടുള്ള കണ്ണൂർ വരില്ല. അതിലെ പാസ്പോർട്ട് കുറച്ച് ചൊറയായിട്ടുള്ളടാ. മീൻസ് പാസ്പോർട്ട് വേണമെങ്കിൽ ഉപ്പാന്റെ ഒരു ഇത് വേണം. എനിക്ക് ഉപ്പയില്ലല്ലോ. അപ്പൊ അതിന്റെ കുറച്ച് എന്താ പറയാ ലീഗൽ അങ്ങോട്ടും ഇവിടെ പേപ്പറിന്റെ കാര്യങ്ങളാണ്. കുറെ പ്രാവശ്യം നേരിട്ട് തന്നെ പോകേണ്ടി വരുന്നത്. അതെന്തായാലും നമ്മള് എന്തായാലും ഞാൻ 8-ാം തീയതി പോകുന്നുണ്ട്. ഞങ്ങൾക്ക് 8-ാം തീയതി കണ്ണൂർ പോകണം. 8-ാം തീയതി എനിക്ക് കേസുണ്ട്. ഓക്കെ, 8-ാം തീയതി നമ്മളെ പഴയ കേസിന്റെ വിളി വന്നിട്ടുണ്ട്. കുറെ കേസുകൾ ഉള്ളതുകൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ പോകേണ്ടി വരും. ഇവിടെ കോടതിയിൽ പോകേണ്ടി വരും. അതാണ് പ്രശ്നം. അപ്പൊ എന്ന് വെച്ചാൽ 8-ാം തീയതി എനിക്ക് എന്തായാലും പോകണം കണ്ണൂര്. അപ്പൊ ഇവന്റെ കാര്യം കൂടി ഒന്ന് സെറ്റ് ആക്കണം. കാരണം നമ്മള് ദുബായിക്ക് പോകുന്നത് അതില്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഒരുമാതിരി ആവും. ചെക്കനും വിഷമാവും. തൊപ്പി ടീഷർട്ട് എന്താ കുഴപ്പമുണ്ടോ? ഓക്കെ അല്ല W ടീഷർട്ട് ഇല്ല, സെറ്റ് അല്ല. എന്താണ് മന്തി പോയിനെടുക്കണം പോലും. അതെന്തിനാ എന്നോട് പറയുന്നത്? മന്തി പോയിനെടുക്കണം. ആ പാർസൽ എടുക്കണം, വീട്ടിൽ കൊണ്ടുപോകണം. അതിനാ എല്ലാ അടുക്കളയിൽ പോയിട്ട് ഞാൻ പറഞ്ഞോളൂ കുറച്ച് മന്തി പൊതിഞ്ഞേക്കണം. കാരണം രാത്രി കഴിക്കാനും നിങ്ങൾക്ക് മന്തിയല്ലേ വാങ്ങിച്ചു തരണ. പിന്നെന്താ രാത്രി കഴിക്കാൻ വേണ്ട. പിന്നെ എടാ എന്റെ ടീഷർട്ട് അല്ലടാ, എന്താടാ കോൺഫിഡൻസ് കളയല്ലടാ. ഒരു സ്റ്റേജിലേക്ക് ഞാൻ കയറാൻ പോകുന്നടാ. നിങ്ങൾ ഞാൻ ഒരു കാര്യം പറ്റി, ഈ ചാറ്റിൽ വന്ന് എല്ലാം ഇടുന്ന ആൾക്കാർ, ഈ ആൾക്കാരിൽ 99% ആൾക്കാർ സ്റ്റേജിൽ ഇതുവരെ കയറാത്തവർ. 90% അല്ല 90% സ്റ്റേജിൽ മോനെ സ്റ്റേജിൽ കയറുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയല്ല. ഇതിലെ കുറച്ച് ഇതാണ്. കുറച്ച് കോൺഫിഡൻസ് ഇതെല്ലാം ആണ്. നമ്മളെല്ലാം കഷ്ടപ്പെട്ട് കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് ഡ്രസ്സിങ്ങിലും മുടിയിലെല്ലാം എങ്ങനെങ്കിലും സെറ്റ് ആക്കിയിട്ട് എങ്ങനെയെങ്കിലും കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കയറാൻ പോകുമ്പോ ഇങ്ങനത്തെ വർത്താനം വന്ന് പറയലടാ മുത്ത്. എന്തിനാടാ? നമുക്ക് ആകെ കോൺഫിഡൻസ് മാത്രം. W ഉണ്ട്, പക്ഷെ കൊറേ എല്ലാം അതിന്റെ ഇടക്ക് വന്ന്. നീ എന്നാ എന്റെ ഡ്രസ് ഇടുന്ന കറുപ്പ് ഇത് ഇടുന്ന ഇൻസൈഡ് ചെയ്യുന്ന ഇത് കാണാൻ എല്ലാരും ക്യാമറ ക്ലീൻ എന്ന് പറഞ്ഞു. ക്യാമറ ക്ലീൻ ചെയ്ത് എടാ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഇവിടുന്ന് ഇനോഗ്രേഷന്റെ സ്ഥലത്ത് ഇതെന്ന് വെച്ചാൽ ഒരു മലമ്പ്രദേശല്ല. എന്താ പറയാ, നിങ്ങൾ ഇത് നോക്ക്, ഏരിയ നോക്ക്, മനസ്സിലായി? സിറ്റി ഏരിയ അല്ല. നമ്മള് ഇനോഗ്രേഷൻ വന്നത് ഒരു കുറച്ചൊരു നന്ന ഉൾഗ്രാമല്ല, പക്ഷെ അത്യാവശ്യം ഒരു കുറച്ച് ഉള്ളോട്ടുള്ള സ്ഥലം. അപ്പൊ കറക്റ്റ് റേഞ്ച് ഉള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിർത്തിയിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മള് വണ്ടി കയറി ഇനോഗ്രേഷന്റെ പ്ലേസിലേക്ക് പോകുമ്പോൾ ബഫറിംഗ് ഉണ്ടാവും, ഇടക്കിടക്ക് ബഫറിംഗ് ഉണ്ടാവും. ഓക്കെ, അതിനെല്ലാം നോട്ട് സ്പാമേറ്റ് കാര്യമില്ല, ഏരിയന്റെ ആണ്. പിന്നെ ഞാൻ ബോണ്ടിങ് ഡിവൈസ് എടുത്തിട്ടില്ല, ട്രാൻസ്മിറ്ററും ബോണ്ടിങ് ഡിവൈസ് ഒന്നും എടുത്തിട്ടില്ല. ലൈവ് ചെയ്യുന്ന ഡിവൈസ് ഞാൻ എടുത്തിട്ടില്ല, ഫോണിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇടക്കിടക്ക് എല്ലാം ഇടരുത്, ബഫറിംഗ് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കും.
നിങ്ങളെല്ലാം ഇടരുത്. ഇവിടെ എന്താണ് ഇങ്ങനെ പോയാലോ ലുക്കായിട്ട് എന്നാ നീ കളിക്കുന്നു നമുക്ക് പൂട്ടിയാ ഓവറാക്കുന്നു ലുക്കല്ലേ ഇങ്ങനെ പോയാ നമ്മ കോമഡി ആക്കാനും ശ്രദ്ധിക്കപ്പെടാനും വേണ്ടി എന്തുവാണെങ്കിലും ചെയ്യാം. ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിട്ട് ഡ്രസ്